ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജലജ ആഫിയോട് പറയുന്നുണ്ട്, എന്താണ് നമ്മൾ എന്ത് കാര്യം അവക്കെതിരെ ചെയ്താലും ആ നയനെ രക്ഷപ്പെടുകയാണല്ലോ എന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലായിരുന്നു അവൾക്ക് ഇച്ചിരി ദൈവാധീനം കൂടുതലുള്ളതാണെന്ന്. അതുകൊണ്ട് അവക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത് അങ്ങ് നിർത്തി വെക്കുന്നതാണ് നമുക്കും നല്ലതെന്ന് പറയും. എന്നാലും ആ അനാമികയുടെ അമ്മയും അച്ഛനും ആ സമയത്ത് തന്നെ വന്ന് കയറിയല്ലോ, അതുകൊണ്ടല്ലേ അവർ ഇതിനകത്ത് പെട്ടുപോയത്. ഞാനാണെങ്കിൽ അത് കലക്കി വെച്ചപ്പം തന്നെ ഓർത്തത് ആദർശം നയനയും കൂടെ ഇവിടെ കിടന്ന് ഓടുന്ന കാണാമെന്ന് വിചാരിച്ച അന്നേരത്തേന് അതിനകത്തോട്ട് വന്ന് കയറിയിരിക്കുന്ന അനാമികയുടെ അച്ഛനും അമ്മയും അതിൻ്റെ കൂടെ നീയുടെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നെന്ന് ഓർത്തിട്ട് എനിക്കങ്ങ് ആകെ വയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നവിയെ കാണുന്ന ഉടനെ ഇവരങ്ങ് സംഭാഷണം നിർത്തുന്നുണ്ട്. അന്നേരം നവിയൊക്കെ എന്താ രണ്ടുപേരോട് അങ്ങ് സംഭാഷണം നിർത്തിയേ, ഇന്നത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല, എല്ലാം പാളിപ്പോയല്ലേ, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല, അനാമികയുടെ അച്ഛനെയും അമ്മയും ഒട്ടും ഇഷ്ടമില്ലാത്തത് നിനക്കല്ലേ, അപ്പം നീ ആയിട്ട് എന്തെങ്കിലും ചെയ്തത് കാരണമായിരിക്കും അവരിവിടെ കിടന്ന് ഓടിയെന്ന് പറയും. പിന്നെ എനിക്ക് എന്നാത്തിന് കുഴപ്പമെന്നറിയോ അവരെ ഇങ്ങനെ ഇട്ട് ഓടിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ചെയ്തപ്പം നിങ്ങളുടെ മകനും അതിനകത്ത് ഉൾപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ടെന്ന് പറയും. നീ ഇങ്ങനെ അനാവശ്യം പറയരുത്, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞിന് എത്ര നേരം കഴിഞ്ഞാൽ വന്നെന്ന് പറയുമ്പോഴത്തേന് നവി ചോദിക്കുന്നുണ്ട്, അത് പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്ത് വെച്ചേച്ചായിരിക്കും നിങ്ങൾ പുറത്തു പോയത്, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ അറിയാമല്ലോ എന്ന് ഓർത്തു അല്ലേ അന്നേരം ഓടി വന്നെന്ന് ചോദിക്കും. അപ്പോഴത്തേന് ജലജ അങ്ങ് ആകെ ടെൻഷനായി പോകുന്നുണ്ട്, ഇതെങ്ങനെ ഇവൾ അറിഞ്ഞെന്ന്. എന്തായാലും നിങ്ങൾ ആദർശേട്ടനെയും നയനയെയും കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്തു വെച്ചത്. അതെന്നായാലും ഏക്കണ്ടവർക്ക് തന്നെയാണ് ഏറ്റത്. അനാമിയെയും അവളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ മകനും എല്ലാം ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ നിങ്ങളൂടെ വേണമായിരുന്നു, അങ്ങനെയാണേലേ ശരിയാകത്തുള്ളായിരുന്നു പറയും. ഉടനെ ജലജ പറയുന്നുണ്ട്, എടാ ഇവളുടെ വായി വല്ല തുണിയും കുത്തി കയറ്റി വെക്കുക, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളാരും എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും ഇറങ്ങണ്ട, നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മായി ആണെങ്കിൽ എനിക്ക് നയനെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചാണ് ഹോസ്പിറ്റലിലായത്, അത്രയും സീരിയസ് കണ്ടീഷനിലായതും അത് കാരണമാണ്. പക്ഷേ ആ പാലിൽ ആരാണ് എന്താണ് കലക്കി വെച്ചിരുന്നെന്നും എന്ത് വിഷം ഒഴിച്ചു വെച്ചിരുന്നെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. വേണ്ടി വന്നാൽ ഞാനത് എല്ലാവരുടെയും മുമ്പിൽ പറയുകയും ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. നവിയോട് ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അഭി നിൽക്കുന്നത്. നയന നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, താൻ കഴിഞ്ഞ ദിവസം തന്ന ആ ഫോൺ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിച്ചു വന്നു. അത് ചേച്ചി എൻ്റെ ഫ്രണ്ട് 2-3 ദിവസമായിട്ട് അവധിയായിരുന്നു, അവളൊന്ന് ഓഫീസിൽ പോയി തുടങ്ങി കഴിയുമ്പം എല്ലാം പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞെന്ന് പറയും. അതെ എന്നാൽ അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നയന ഫോൺ വെക്കും. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഫോണിനകത്ത് നയനയുടെ ഫോട്ടോ എടുത്ത് നോക്കി കാണുന്നതാണ്. അപ്പോൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മരുമോൾ എന്ത് സുന്ദരിയാ, എനിക്ക് ഇവളോടുള്ള ഇഷ്ടം കൂടുന്നതനുസരിച്ചാണ് ഇവൾക്ക് സൗന്ദര്യം കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. സൗന്ദര്യം പോലെ തന്നെ നല്ല മനസ്സുമാണ് ഇവൾക്ക്, ഇതൊന്നും അറിയാൻ ഞാൻ എന്തുമാത്രം താമസിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഫോട്ടോയിലിട്ട് നോക്കിയിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് ഒരു കൂട്ടുകാരിയുടെ മകളെ വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നതാണ്. ആദ്യം സുഖവിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ മോളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടതായിരുന്നു, ആൻറ്റിക്ക് മരുമോളോട് വലിയ താല്പര്യമില്ലാത്ത കാരണമാണ് ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ അങ്ങോട്ട് വരാതിരുന്നതെന്ന് പറയും. അപ്പോൾ ദേവയാനി പറയും, എനിക്കിപ്പോൾ അവളോട് അങ്ങനെയുള്ള വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല, നിൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം, ഞാൻ അവളോടെല്ലാം പറയാറുണ്ടെന്ന് പറയും. എന്നാൽ ഇനി ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കട്ടെ നയനയുടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, വേണ്ട മോളെ, ഇനി ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജുവലറിയിൽ ഒരു കളക്ഷൻ അവതരിപ്പിച്ചിരുന്നു, നയന കളക്ഷൻസ്, അതിൻ്റെ വീഡിയോസൊക്കെ വൈറലായി വന്നിട്ടുണ്ട്. മോൾ ആ വൈറൽ വീഡിയോ എടുത്തിട്ട് അതിനെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ചാനലിലൊന്ന് അവതരിപ്പിക്കണമെന്ന് പറയും. എൻ്റെ മരുമോളൊന്ന് പ്രശസ്ത ആയിക്കോട്ടെ എന്ന് പറയും. അതിനെന്താ ആൻറ്റി, ഞാനത് ചെയ്തോളാം എന്ന് പറയും. പിന്നെ എൻ്റെ മരുമോളെ എനിക്കിപ്പം ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും ഇപ്പം മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരോടും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മോൾ ഇത് വേറെ ആരോടും പറയരുതെന്ന് പറയും. ഞാൻ പറയത്തില്ല ആൻറ്റി എന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടി. പിന്നീട് എല്ലാവരും ഹാളിലിരുന്ന് ഇങ്ങനെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാനലിൽ ഈ റിപ്പോർട്ട് വരുന്നത്. ആ വാർത്ത കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരും. ജലജയും നവിയെയും നയനയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം നവിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ വാർത്ത കണ്ടിട്ട്. നയനയ്ക്ക് പക്ഷേ അത്ഭുതമാണ്, ഇതാരാ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത്. അപ്പോൾ ആദർശനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടനാണോ ഈ വാർത്ത കൊടുത്തത്? ഞാൻ കൊടുത്തില്ല, പിന്നെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടേ ഇല്ല, പിന്നെ അല്ലാതെ ഓൺലൈനിലൊക്കെ കൊടുത്തത് നമ്മുടെ മാനേജറാണ്, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്തതെന്ന് പറയും, അല്ലാതെ ഞാൻ കൊടുത്തില്ലെന്ന് പറയും.
അപ്പോഴത്തേന് ജലജ പറയും, വേറെ ആര് കൊടുക്കാനാ, നീ തന്നെ ആയിരിക്കും നിന്റെ പ്രശസ്തിക്ക് വേണ്ടി കൊടുത്തെന്ന്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നയന പറയും. എന്തായാലും മോളുടെ ഈ പരസ്യം ഇതിനകത്ത് വന്നത് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്വർണ്ണ ബിസിനസ്സുകാരാണെന്നേ ഉള്ളൂ, ഇതിനകത്തൊരു കലയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം മോളുടെ കലയും കൂടി ഇതിനകത്ത് ചേർന്നപ്പോൾ നമ്മൾ ഒന്നിനു മേലൊന്നായിട്ട് ഉയരുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ജയം പറയും. ഉടനെ ദേവയാനി പറയും, ഒത്തിരി ഒന്നും ഇവളെ പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മാത്രമുള്ള കേസൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ അജയൻ ഉടനെ പറയും, അങ്ങനെയല്ല ഏട്ടത്തി, ഈ കളക്ഷൻ നല്ല കളക്ഷൻ നമുക്ക് ചെയ്തു തരും. ഇപ്പം തന്നെ നയന കളക്ഷൻസ് എന്നുള്ള പേര് എല്ലാ ജുവലറിക്കാരും തിരക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് ബിസിനസ്സിൽ നല്ല ഇത് ചെയ്ത് കിട്ടത്തുള്ളൂ. അച്ഛനോട് ഇത് അറിയിച്ചോ എന്നൊക്കെ അജയൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തായാലും തീർത്ഥാടനത്തിലില്ലേ, അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് മോക്കും നമുക്കും എല്ലാം വേണ്ടി, അതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഉയരത്തിലേക്ക് പോകുന്നത്, അച്ഛൻ ഈ വീഡിയോ അയച്ചു കൊടുക്കണമെന്നൊക്കെ പറയും. നയന ഇടയ്ക്കിടയ്ക്ക് ദേവയാനിക്കിട്ട് നോക്കുന്നുണ്ട്. ദേവയാനിയെ ചെറിയ സംശയമൊക്കെ ഉണ്ട്, ദേവയാനിക്ക് നയനയോട് സ്നേഹമുണ്ടോ എന്ന്. പക്ഷേ നയന നോക്കുന്ന ഉടനെ ദേവയാനി പെട്ടെന്ന് ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ജയൻ ഉടനെ പറയും, എന്തായാലും അച്ഛൻ വന്നതിന് ശേഷം ആദർശിൻ്റെ ഒപ്പം തന്നെ ഒരു ഉയർന്ന സ്ഥാനം മോൾക്ക് ജുവലറി തരുന്നതായിരിക്കുമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഇനി ഇവൾ ഇരിക്കുന്നതിന് കീഴി വേണോ എല്ലാവരും ഇരിക്കാനായിട്ട്, ഇവളിങ്ങനെ ഒരുപാട് ഉയരത്തിലേക്ക് പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ദേവയാനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നന്ദു ഗോവിന്ദനെയും കനകയും ഈ ന്യൂസ് ഫോണിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ നയനമോളെന്ന് പറഞ്ഞ് അവർ ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. എപ്പോഴും ടി വിയും വെച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ എന്താ ഈ ന്യൂസ് കണ്ടില്ലേ എന്ന് നന്ദുവും ചോദിക്കും. എന്തായാലും ഇത് ഒരുപാട് സന്തോഷമുള്ള കാര്യം, ആ മോൾക്ക് നല്ല ഒരു സ്ഥാനമൊക്കെ ആ വീട്ടിൽ കിട്ടിയല്ലോ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട്. ഉടനെ കനക പറയും, ആ അനാമികയും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അസൂയയായിരിക്കും, എന്തെല്ലാം മോളെക്കുറിച്ച് പറഞ്ഞൊപ്പിച്ചത് അവരെന്നൊക്കെ പറയും. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അനാമിക ആ വീട്ടിൽ കയറിയത്, ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് കനയ്ക്ക് ദേഷ്യം വരും. നീ എനിക്ക് അത്ര സങ്കടമാണ്, ആ കണ്ണീരൊപ്പാനൊന്നും പോകണ്ടെന്ന് പറയും. ഞാനിതാ ഒരു കാര്യം ഇവിടെ പറയാത്തത്, പറഞ്ഞു പോയ അമ്മ ഉടനെ അത് വേറൊരു രീതിയിലാക്കി പറയുമെന്ന് പറയും. അന്നേരം അത് തന്നെ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് കനക ദേഷ്യപ്പെട്ടിട്ട് അവസാനം പറയും, മോളെ ആ ഫോൺ ഒന്നുകൂടെ തരുമോ, ഞാൻ ആ ന്യൂസ് ഒന്നുകൂടെ കണ്ടെന്ന്. അങ്ങനെ അങ്ങ് തരുന്നില്ല, അമ്മയുടെ ഫോണിലും ഈ കുത്തി നോക്കിയാൽ ഇതൊക്കെ കിട്ടുമല്ലോ, അമ്മ അതിനകത്ത് നോക്കി അങ്ങ് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നന്ദു ആ ഫോണും കൊണ്ട് അങ്ങ് പോകും. അന്നേരം കനയ്ക്കും ഗോവിന്ദനും പക്ഷേ ഭയങ്കര സന്തോഷമാണ് ആ ന്യൂസ് കണ്ടതിൽ. നയന റൂമിലേക്ക് വരുമ്പോഴത്തേന് ആദർശ് ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നയന ചോദിക്കും, എന്താ ഇത്ര ചിരിക്കാനിരിക്കുന്നത്, തന്നെ ഇരുന്ന് ചിരിക്കുകയാണോ എന്ന്. അല്ല, ഞാൻ ഓരോന്ന് ഓർക്കുകയായിരുന്നു, നീ നേരത്തെയൊക്കെ ഓഫീസിലേക്ക് എൻ്റെ കൂടെ വരുമ്പോൾ എനിക്കിഷ്ടമേ അല്ലായിരുന്നു, ഇന്നിപ്പം നിന്നെ അമ്മ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു, അത് ഒട്ടും വെറുതെ ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കമ്പനി ഒരുപാട് വളരാനൊക്കെ ഇതിന് സഹായമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് കനക നയനെ വിളിക്കുന്നുണ്ട്. അന്നേരം നയനെ ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേന് കനക പറയും, മോളെ ഒരുപാട് സന്തോഷമായി ആ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായെന്നൊക്കെ പറയും. അച്ഛൻ ഇവിടെ അടുത്തൊരിപ്പുണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഗോവിന്ദനും ഒരുപാട് സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. മോളുടെ ഈ വീഡിയോ കണ്ട് ആദർശ് മോനോടും അഭിനന്ദനം പറയണം കേട്ടോ എന്നൊക്കെ. ആദർശേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് അച്ഛാ, ഞാൻ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ആദർശിൻ്റെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, ഈ അഭിനന്ദനത്തിൻ്റെ ഒരു പങ്ക് അച്ഛനുള്ളതാണ്, അച്ഛൻ്റെ കഴിവാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അവളിങ്ങനെ ഇത്രയും നല്ല ഡിസൈനൊക്കെ വരയ്ക്കുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഗോവിന്ദനും ഭയങ്കര സന്തോഷമാകും. ഗോവിന്ദൻ പറയും, എന്നാൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങണം കേട്ടോ എന്ന്. അതിനെന്താ വരാച്ചാന്ന് അവരും പറയും. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ നയനമോളുടെ ഭാഗ്യമാണ് ആദർശിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാനും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ചെന്ന് കയറാനും ഒക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയും, ശരിയാണെന്ന്. അല്ല, നമ്മളുടെ മോക്ക് നമ്മളങ്ങനെ ഒരുപാട് സ്ത്രീധനമൊന്നും കൊടുത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം മോള് വരയ്ക്കുന്ന ഡിസൈൻ കൊണ്ട് അവർക്ക് ഒരുപാട് കോടികളുടെ ബിസിനസ് നടക്കുന്നുണ്ട്, അത്രയ്ക്ക് ലാഭം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മോള് ആ വീട്ടിൽ അവർക്കൊരു അധികപ്പറ്റൊന്നും ആയിരിക്കുകയില്ല എന്ന്
ഗോവിന്ദൻ പറയും. നയനമോളുടെയും ആദർശമോൻ്റെയും കല്യാണത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. അന്നേരം എല്ലാം ആദർശമോൻ നയനയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറഞ്ഞത് ആ മൂർത്തി മുത്തശ്ശനാണ്. അദ്ദേഹത്തിന് പുരോഹിതൻ പറഞ്ഞു കൊടുത്തതാണ് അവർ തമ്മിലുള്ള ജാതകം വളരെ നല്ലതാണെന്നും ആദ്യമൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് ഒരുപാട് ഗുണം ചെയ്യത്തേ ഉള്ളെന്നും നല്ല പൊരുത്തമുള്ള സമയമാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കല്യാണത്തിന് നിർബന്ധം പിടിച്ചത്. എന്തായാലും അതുകൊണ്ട് അവർക്ക് നമ്മുടെ മോളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുകയും ആസ്തി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. അന്നേരത്തേന് ഗോവിന്ദനും പറയുന്നുണ്ട് ശരിയാണെന്ന്. പിന്നീട് കാണിക്കുന്നത് നയനെ അങ്ങ് കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്നതാണ്. നയനയ്ക്ക് ദേവയാനിയാണ് സംശയം. തനിക്ക് മെസ്സേജ് അയച്ചത് ദേവയാനി ആയിരിക്കുമോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.